കാര്യവിചാരം 98. മോഷണം മുതലെടുപ്പ്. കണ്ടുനിന്നവൻ പെണ്ണിനെ കൊണ്ടുപോയി എന്ന ഒരു രസകരമായ നാടൻ ചൊല്ലുണ്ട്. നമ്മുടെ ചുറ്റും നടക്കുന്ന പല കാര്യങ്ങളും അങ്ങനെയാണ്. ഒരു ഉദാഹരണം പറയാം. അറിയപ്പെടാത്ത ഒരാളുടെ ഒരു സാഹിത്യരചന ഏറെക്കാലം പൊടി പിടിച്ച് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കിടന്നേക്കാം. ഒരു ദിവസം അത് വെളിച്ചത്തിൽ കാണും. എങ്ങനെയെന്നോ, ഏതെങ്കിലും പ്രസിദ്ധനായ ഒരു സാഹിത്യകാരൻ്റെ പേരിൽ ഒന്നാന്തരം ഒരു കവിതയോ ഒരു ചെറുകഥയോ ഒരു യാത്രാ വിവരണമോ ഏതെങ്കിലും ആയിരിക്കും അത്. പ്രസിദ്ധി നേടിയ ഒരു സാഹിത്യകാരൻ്റെ ഉടമസ്ഥതയിൽ അത് വെളിച്ചം കാണുമ്പോൾ പെട്ടെന്ന് അത് പ്രസിദ്ധമാകും. പലരും അത് വായിക്കും. ഇതൊരു പക്കാ മോഷണമാണ്. ഒരു ബുദ്ധിമുട്ടുമില്ലാതെ മറ്റൊരാളുടെ മുതൽ കട്ടെടുക്കുകയാണ്. ഈ നല്ല ഒരു രചന കൈക്കലാക്കി കഴിഞ്ഞാൽ ഉടമസ്ഥത തട്ടിയെടുത്തയാൾ കൂടുതൽ പ്രസിദ്ധി നേടും. വാസ്തവത്തിൽ അത് എഴുതിയയാൾ തൻ്റെ സർഗവൈഭവം വെളിച്ചത്ത് വരാതെ മറവിയുടെ അന്ധകാരത്തിൽ ആൾക്കൂട്ടത്തിൽ ഒരുവനായി അവശേഷിക്കും. ഇത്തരം മുതലെടുപ്പുകൾ സമൂഹത്തിൻ്റെ പല മേഖലകളിലും നാം കാണാറുണ്ട്. സംസ്ഥാനത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ഒരു പുതിയ വഴി രൂപപ്പെട്ടു എന്ന് വിചാരിക്കൂ. അത് നാട്ടിലെ ചിലരുടെ കഠിന പരിശ്രമത്തിൻ്റെ ഫലമായി നിർമ്മിക്കപ്പെട്ടതാണ്. വഴിയൊക്കെ ടാർ ചെയ്ത് പൂർണ്ണമായി കഴിഞ്ഞാൽ അതിൻ്റെ പ്രവേശന കവാടത്തിൽ ഒരാളുടെ പേര് പ്രത്യക്ഷപ്പെടും. KC ഔസേപ്പ് റോഡ്, അല്ലെങ്കിൽ RK നാണൂർ റോഡ്, അല്ലെങ്കിൽ T മുഹമ്മദ് റോഡ്. എന്താ പോരെ? മേൽപ്പറഞ്ഞ 3 പേരും ആ നാട്ടിലെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ തുക്കട നേതാക്കന്മാരായിരിക്കും. ഈ റോഡിൻ്റെ ചരിത്രം അറിയാവുന്നവർ ഇതൊക്കെ കണ്ട് ഞെട്ടും. കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും ഓരോ പാർട്ടികൾ മാറി മാറി അധികാരത്തിൽ വരും. ചെറുതും വലുതുമായ പല വികസന പ്രവർത്തനങ്ങൾ നടക്കും. അവയുടെ ഉടമസ്ഥത പാർട്ടികൾ മാറി മാറി അവകാശപ്പെടും. എന്നാൽ യഥാർത്ഥത്തിൽ അവ നടപ്പാക്കി ഏതെങ്കിലും പാവം മന്ത്രിയോ മന്ത്രിമാരോ നിശബ്ദരായിരിക്കും. ആ മന്ത്രി ഏത് പാർട്ടിയിൽപ്പെട്ടയാളായിരുന്നാലും അദ്ദേഹത്തിൻ്റെ പേര് അറിയപ്പെടാതെ പോയെന്നിരിക്കും. കാരണം ഒരു നിസ്വാർത്ഥ പ്രവർത്തകനായിരിക്കും അദ്ദേഹം. അത്തരക്കാർ പ്രസിദ്ധി ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയുള്ള അനവധി വികസന പ്രവൃത്തികൾ രാജ്യത്തുണ്ടാകുന്നുണ്ട്. ഹൈവേകൾ, എയർപോർട്ടുകൾ, തുറമുഖങ്ങൾ, ആശുപത്രികൾ, റെയിൽവേ സ്റ്റേഷനുകൾ എന്നിങ്ങനെ പല മാറാരോഗങ്ങൾക്കും പുതിയ ഔഷധങ്ങൾ കണ്ടുപിടിക്കപ്പെടുന്നു. ചുരുങ്ങിയത് 25 വർഷങ്ങളുടെ റിസർച്ചും പരിശോധനകൾക്കും ഒടുവിലാണ് ഒരു പുതിയ ഔഷധം മാർക്കറ്റിൽ ഇറക്കുന്നത്. എന്നാൽ അത് കണ്ടുപിടിച്ച ആളിനല്ലായിരിക്കും ചിലപ്പോൾ അതിൻ്റെ പേറ്റൻറ്റ് ലഭിക്കുക. വെറുതെ നോക്കിയിരുന്ന ഒരു അന്താരാഷ്ട്ര മരുന്ന് കമ്പനിക്കായിരിക്കും അത് ലഭിക്കുക. കാരണം അവരുടെ കൈവശമാണല്ലോ പണമുള്ളത്. പാവം ശാസ്ത്രജ്ഞന് തലച്ചോറ് മാത്രമല്ലേ ഉള്ളൂ. ഇതുപോലെ എത്രയെത്ര ഉദാഹരണങ്ങളുണ്ട് നമ്മുടെ മുമ്പിൽ. DNA യഥാർത്ഥത്തിൽ കണ്ടുപിടിച്ചത് റോസാലിൻഡ് ഫ്രാങ്ക്ലിൻ എന്ന വനിതയാണ്. എന്നാൽ അതിൻ്റെ പേര് ലഭിച്ചതോ ക്രിക്കിനും വാട്സനും. DNA ഡബിൾ ഹെലിക്സ് കണ്ടുപിടുത്തം പിൽക്കാലത്ത് വൈദ്യശാസ്ത്രത്തിൻ്റെ അനവധി നേട്ടങ്ങൾക്ക് കാരണമായതും നമുക്കറിയാം. അതുപോലെ സുബ്രഹ്മണ്യം ചന്ദ്രശേഖർ, അദ്ദേഹത്തിൻ്റെ ഫിസിക്സിൻ്റെ നോബൽ സമ്മാനം അദ്ദേഹത്തിന് ലഭിക്കുന്നത് തൻ്റെ 73 വയസ്സ് വരെ കാത്തിരിക്കേണ്ടി വന്നു. ചന്ദ്രശേഖർ ലിമിറ്റ് എന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹം തൻ്റെ 20ാമത്തെ വയസ്സിലാണ് കണ്ടുപിടിച്ചത്. ഇഡാ നോഡിക്, ലിസി മെയ്റ്റ്നർ, ചാൾസ് ബെസ്റ്റ്, ചീൻ ഷാങ് വു, യൂനീസ് ഫുട്ട് തുടങ്ങിയ പല ശാസ്ത്രജ്ഞർക്കും അവരുടെ നേട്ടങ്ങൾക്ക് യഥാസമയം അംഗീകാരം ലഭിക്കാതെ പോയതും നമ്മൾ മറക്കരുത്. അവരുടെ സംഭാവനകൾ പലതും മറ്റുള്ള ചിലർ കൈക്കലാക്കിയതുമാണ്. മോഷണം അല്ലെങ്കിൽ മുതലെടുപ്പ് എന്ന ഈ സാമൂഹ്യ വിപത്തിനെ പറ്റി നാം
സദാ ജാഗരൂകരായിരിക്കണം.